കേരളത്തിലെ പ്രതിപക്ഷം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അധികാരത്തിലേക്ക് വരാൻ പോകുന്ന മുന്നണി കൂടിയായിരിക്കും. ഒരു സംശയമുണ്ട്. വെറുതെയല്ല 100 സീറ്റ് പറഞ്ഞത്. 100 സീറ്റിലധികം നേടി UDF തിളക്കമാർന്ന വിജയത്തോടുകൂടി അധികാരത്തിലേക്ക് വരും. അപ്പോൾ ഇനി നമുക്കൊരു ബാധ്യത കൂടിയുണ്ട്. ഇവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രമല്ല, അവർ പരാജയപ്പെട്ട സ്ഥലങ്ങളിൽ നമ്മളെങ്ങനെ വിജയിക്കും, ഇവര് തകർത്ത സ്ഥലങ്ങളിൽ നമ്മളെങ്ങനെ കേരളത്തെ കൈപിടിച്ചുയർത്തും, ആരോഗ്യ രംഗത്ത്, കാർഷിക രംഗത്ത്, സമ്പദ്ഘടന തകർത്ത് തരിപ്പണമാക്കി. പറഞ്ഞല്ലോ, ഏറ്റവും വലിയ കടത്തിന്റെ കാണാക്കയങ്ങളിലാണ് കേരളം. അവിടെ നിന്ന് ഈ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ രക്ഷപ്പെടുത്താൻ നമ്മുടെ കയ്യിൽ മോശയുടെ വടിയോ അലാവുദ്ദീന്റെ അത്ഭുത വിളക്കൊന്നുമില്ല. പക്ഷേ കൃത്യമായ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നടത്തി നമ്മൾ തിരിച്ചു കൊണ്ടുവരും. കേരളത്തിന്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കും. ഞാൻ കേരളത്തിന്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിന്റെ ആളുകളെ നികുതി കൊള്ള നടത്തും എന്നാണ് CPM നേതാക്കൾ വ്യാഖ്യാനിച്ചത്. നിങ്ങൾ കൊള്ള നടത്തി നിങ്ങളുടെ കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് നിങ്ങൾ നഷ്ടപ്പെടുത്തിയ പണം ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. നികുതി കൊള്ള നടത്തുന്ന ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ആ നികുതി ഖജനാവ് നിറയ്ക്കും UDF. എന്നിട്ട് വികസന പരിപാടികളും ക്ഷേമ പരിപാടികളും പ്രഖ്യാപിച്ച പരിപാടികൾ നടത്തും. ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു, UDF പ്രഖ്യാപിക്കാൻ പോകുന്ന പദ്ധതികൾ ഈ കേരളപ്പിറവിക്ക് ശേഷം കേരളത്തിലെ ഒരു മുന്നണിയും പ്രഖ്യാപിക്കാത്ത കേരളത്തിന്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന പദ്ധതികളായി. ഒറ്റ പദ്ധതി പോലും നമ്മൾ പറയുന്നത് പണ്ട് സിനിമയിൽ പാടിയതുപോലെ തോട്ടിൻകരയിൽ വിമാനം ഇറങ്ങാൻ താവളം ഉണ്ടാക്കും എന്ന് പറഞ്ഞ പഴയകാല മാനിഫെസ്റ്റോയല്ല. യാഥാർത്ഥ്യബോധത്തോടു കൂടി 100% കോൺഫിഡൻസോടുകൂടി അധികാരത്തിൽ വരുമ്പോൾ നടപ്പാക്കാൻ പറ്റുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടിയുള്ള പ്രായോഗികമായ പ്രാക്ടിക്കലായ പദ്ധതികൾ മാത്രം. വിശ്വാസ്യതയാണ് പ്രധാനം. ഈ തേരോട്ടം ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ മാത്രം അവസാനിക്കേണ്ട തേരോട്ടമല്ല. ഇത് കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള തേരോട്ടമാണ്. അവരെ ചതിക്കരുത്, അവരെ കബളിപ്പിക്കരുത്. ക്രെഡിബിലിറ്റി, വിശ്വാസ്യത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് UDF ഒരു വാക്ക് പറഞ്ഞാൽ, കോൺഗ്രസ് ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കും എന്നുള്ള ബോധ്യം ജനങ്ങൾക്കുണ്ടാക്കിക്കൊണ്ടുള്ള കേരളത്തെ രക്ഷിക്കാൻ, തകർത്തുകൾ തരിപ്പണമാക്കിയ കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഉജ്ജ്വലമായ പരിപാടികൾ നമ്മൾ പോകും. കോൺഗ്രസ് ആണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ UDF കുറെ പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷൻ മാത്രമല്ല, അതിനേക്കാൾ അപ്പുറം ഇതൊരു വലിയ ബ്രോഡർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. വിശാലമായ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. 2014-ലും 2021-ലും നമ്മുടെ കൂടെ ഇല്ലാതിരുന്ന, അപ്പുറത്തായിരുന്ന പലരും ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നു. ആ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിലുണ്ട്. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഇടതുപക്ഷമാണ് നല്ലത്, ഇടതുപക്ഷം വന്നാൽ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും എന്ന നല്ല ചിന്തയിൽ ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരായി നടന്ന 100 കണക്കിന് ആളുകൾ ഈ UDFന്റെ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകും. ഉറപ്പാണ്. എല്ലാവരും നമ്മളെ ബന്ധപ്പെട്ടു. നമ്മളെക്കാൾ വലിയ ആഗ്രഹത്തോടു കൂടി ഇവരെ അധികാരത്തിൽ നിന്ന് താഴെ വെക്കണം എന്നവർ ആഗ്രഹിക്കുന്നു. കാരണം ഇവർ തീവ്ര വലതുപക്ഷമാണ്. നമ്മളാണ് നെഹ്റുവിയൻ ഇടതുപക്ഷം, ഇവര് തീവ്ര വലതുപക്ഷമാണ്. അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്ന പ്രസ്ഥാനം UDF-ഉം കോൺഗ്രസുമാണ് എന്നുള്ള ബോധ്യം അവർക്കുണ്ടായി. വർഷങ്ങളായി CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും പ്രചാരകരായിരുന്ന ഇടതുപക്ഷ സഹയാത്രികർ ഈ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകും. വിസ്മയങ്ങൾ ഉണ്ടാകും. തെരഞ്ഞെടുപ്പിന് മുമ്പ് LDF-ലും BJP-യുടെ NDA-യുടെ ഭാഗമായി നിൽക്കുന്ന പലരും നമ്മളോടൊപ്പം ഉണ്ടാകും. അത് മാത്രമല്ല, ഇൻഡിവിജ്വൽസ്, ഒപ്പീനിയൻ മേക്കേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് ഉൾപ്പെടെ ഒരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം, കേരളം കണ്ട ഏറ്റവും മികച്ച ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം. വെറുതെയല്ല 100 സീറ്റ് കടക്കുമെന്ന് പറഞ്ഞത്.